സുഹൃത്തുക്കളെ നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് മധ്യപ്രദേശിലെ അമർകാണ്ടകിൽ ആറണ്ടി സംഗം എന്ന സ്ഥലത്താണ്. ആറണ്ടി എന്ന് പറയുന്നത് ഒരു നദിയുടെ പേരാണ്. ഇവിടെ ഗംഗാനദി അല്ലെങ്കിൽ ഗംഗാദേവി ഇവിടെ സ്വയംഭൂവായി നർമ്മദാ നദിയിൽ മുങ്ങിക്കുളിച്ച് തൻ്റെ പാപഭാരം കഴുകിക്കളയാനായിട്ടാണെന്നാണ് പറയുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. അപ്പം അങ്ങനെ ഈ ഗംഗാനദിയും നർമ്മദാ നദിയും അതുപോലെ തന്നെ ഈ ആറണ്ടി നദിയും ഇത് മൂന്നും കൂടെ സംഗമിക്കുന്ന സ്ഥലമാണ് ഈ ആറണ്ടി സംഗം എന്ന് പറയുന്നത്. ഇതാണ് ആറണ്ടി സംഗം. ഇവിടെയാണ് സ്വയംഭൂവായ ഗംഗാനദിയും അതുപോലെ തന്നെ നർമ്മദാ നദിയും ആറണ്ടി നദിയും സംഗമിക്കുന്നത്. ഈ ആറണ്ടി സംഗമത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും മറ്റുമാണ് ഈ ഭിത്തിയിൽ ഹിന്ദിയിൽ എഴുതി വെച്ചിട്ടുള്ളത്. പിതൃതർപ്പണം ചെയ്യാനായിട്ട് ഏറ്റവും വിശേഷപ്പെട്ട സ്ഥലമാണിതെന്നാണ് പറയുന്നത്. ഗംഗാദേവി പോലും തൻ്റെ പാപഭാരം കഴുകിക്കളയാൻ ഇവിടെ പ്രത്യക്ഷപ്പെട്ട് ഇവിടെ മുങ്ങിക്കുളിച്ചു എന്നാണ് പറയുന്നത്. ഗംഗാമയ്യ സ്വയംഭൂവായ ഒരു ഗുഹാക്ഷേത്രമുണ്ട് ഇവിടെ. അതിൻ്റെ കവാടത്തിന് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഭക്തി കാലഘട്ടത്തിലെ അതിപ്രശസ്തനായ സന്യാസിയും അതുപോലെ തന്നെ കബീർദാസിൻ്റെയും മറ്റും ഗുരുവും വലിയ യോഗിയുമൊക്കെ ആയിരുന്ന സന്ത് രാമാനന്ദ് ഈ ഗുഹയിലാണ് തപസ്സനുഷ്ഠിച്ചിരുന്നത്. സന്ത് രാമാനന്ദ് തപസ്സനുഷ്ഠിച്ചിരുന്ന ഗുഹ എന്നൊരു ഗുഹാക്ഷേത്രമായി മാറ്റപ്പെട്ടിരിക്കുകയാണ്. നമുക്കതിനുള്ളിലേക്ക് പ്രവേശിച്ച് നോക്കാം. എനിക്കിത് കണ്ടിട്ട് ഒരു വീടിൻ്റെ ബേസ്മെൻറ്റിലോട്ട് സ്റ്റെപ്പ് ഇറങ്ങി പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നുള്ളൂ. ഒരു ഗുഹയുടെ ഒരു എഫക്റ്റ് ഒന്നും കണ്ടിട്ട് തോന്നുന്നില്ല. ഇതിനകത്തൊരു കിണറുണ്ട്. ആ കിണറ്റിൽ സ്വയംഭൂവായിട്ടുള്ള ഗംഗാദേവിയാണ് ഉള്ളത്. അതിലെ ജലം ഈ സന്ത് രാമാനന്ദ് കോരിയെടുക്കുമ്പോൾ പാലായി മാറും. അത് മാത്രമാണ് അദ്ദേഹം ഭക്ഷിച്ചിരുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ശ്രീരാമനും ലക്ഷ്മണനും സീതയും ഹനുമാനുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ആറണ്ടി സംഗമത്തിൽ നിന്ന് നമ്മൾ കബീർദാസ് തപസ് ചെയ്ത് നർമ്മദാ ദേവിയെ പ്രത്യക്ഷപ്പെടുത്തിയ കബീർ ചബൂർത്തരയിലേക്ക് പോന്നു. മധ്യപ്രദേശ്. ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് മധ്യപ്രദേശിലാണ്. അപ്പുറത്ത് അവിടെ വേലി കണ്ട് വേലിയുടെ അപ്പുറത്ത് കാണുന്നത് ഛത്തീസ്ഗഡ് ആണ്. ഇവിടെയാണ് കബീർദാസ് ഇരുന്ന് തപസ് ചെയ്തിരുന്നതെന്നാണ് പറയുന്നത്. ഈ ചെറിയ അമ്പലം പോലെ കാണുന്നതിൻ്റെ അകത്ത് കബീർദാസിന്റെ ഒരു ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് കബീർദാസ് നർമ്മദാ ദേവിയെ പ്രത്യക്ഷപ്പെടുത്താനായിട്ട് തപസ് ചെയ്തത്. 1569 പറഞ്ഞത്. അപ്പോൾ തപസ് ചെയ്ത് നർമ്മദാ ദേവി പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ കബീർദാസ് പാലുകൊണ്ട് നർമ്മദാ ദേവിയുടെ പാദം കഴുകി എന്നാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും ആ കഴുകിയ പാലിന്റെ ഇത് എപ്പോൾ വന്നു കഴിഞ്ഞാലും കാണാമെന്നാണ് പറയുന്നത്. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഒന്നും കാണുന്നില്ല. പക്ഷെ രാവിലെ 8:45 ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. രാവിലെ 8:45 വന്നു കഴിഞ്ഞാൽ കാണാമെന്നുള്ള ഇത് രീതിയിൽ. ഇപ്പം കാണാൻ പറ്റുന്നില്ല, നമുക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ടായിരിക്കും. ചെറുതായിട്ടിങ്ങനെ വെളുത്ത കളറിൽ പാലിന്റെ നിറത്തിലിങ്ങനെ രാവിലെയുള്ള സമയത്ത് നന്നായിട്ട് കാണാമെന്നാണ് പറയുന്നത്. ഉച്ചയോട് അടുക്കുമ്പോഴത്തേക്ക് അത് കുറേശ്ശെ മാഞ്ഞു പോകും. ചെറിയ വെള്ള കളറിൽ ഇതിങ്ങനെ കാണാം. അത് കബീർദാസ് നർമ്മദാദേവിയുടെ പാദം കഴുകിയ ആ പാലിൻ്റെ അവശിഷ്ടമാണ്, ഇല്ലെങ്കിൽ അന്ന് ആ കഴുകിയതിൻ്റെ ഇതായിട്ടാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയാൻ മേല. ഈ അമർകാണ്ടകിലുള്ള എല്ലാ സംഭവങ്ങളും ഏതെങ്കിലും തരത്തിൽ നർമ്മദാ ദേവിയുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ചെറിയതായിട്ട് ഇങ്ങനെ കാണാം. പക്ഷെ ഇപ്പൊ ഈ വീഡിയോയ്ക്കകത്ത് അതെ വീഡിയോയ്ക്കകത്തും കാണാം, ചെറുതായിട്ട് വെള്ള കളറിൽ കാണാം. ഇപ്പൊ സമയം ഉച്ചയായി. രാവിലെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റിയേനെ. ഇവിടുന്ന് നമ്മൾ മടങ്ങുകയാണ്. അപ്പോൾ ശരി, എല്ലാവർക്കും നന്ദി. ശുഭ യാത്ര.